30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് റഷ്യയിൽ നിന്നെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും റഷ്യ ആക്രമിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിന് കാരണം റഷ്യയെന്നും സെലൻസ്കി പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. അഞ്ജന, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ മുറുകുന്നു എന്നൊരു സാധ്യത തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈസ്റ്റർ പ്രമാണിച്ച് 30 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം യുക്രൈന്റെ പല മേഖലകളിലും നടപ്പായിട്ടില്ല. ബെലാറസിലും അതുപോലെ തന്നെ കെർസ്ക് മേഖലയിലും ശക്തമായ ആക്രമണമാണ് നടന്നത് എന്ന ഒരു നിലപാടും സെലൻസ്കി അറിയിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയുന്നത് 30 ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ രണ്ട് രാജ്യങ്ങൾ, അതായത് യുക്രൈനും റഷ്യയും തമ്മിൽ തുടരുകയാണ്. ഇതിന് മധ്യസ്ഥം വഹിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഇക്കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പിന്മാറുമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി റഷ്യൻ സെലൻസ്കിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. സെലൻസ്കി ഇക്കാര്യത്തിൽ പറയുന്നത് 30 ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ ചർച്ചയുടെ വേദിയിലാണ്. എന്നാൽ ആ ചർച്ചകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ് എന്നൊരു കൃത്യമായ നിലപാടും അറിയിച്ചിരിക്കുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത തങ്ങൾ അറിയിച്ചത് നേരത്തെ തന്നെയാണ്. പക്ഷേ റഷ്യ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്കിലും നമുക്കറിയാവുന്നതാണ്, നേരത്തെ പല വിവരങ്ങളും വന്നതിന്റെ അടിസ്ഥാനത്തിൽ, ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കരിങ്കടലിലെല്ലാം തന്നെ ചില ധാരണകളിലേക്ക് നീങ്ങാൻ റഷ്യ തയ്യാറായിട്ടുണ്ട്. എങ്കിൽ കൂടി ശാശ്വതമായ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട താൽക്കാലിക വെടിനിർത്തൽ, 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനെ റഷ്യ തയ്യാറാകുകയായിരുന്നില്ല. ഇനി റഷ്യ അക്കാര്യത്തിൽ തയ്യാറായാൽ മാത്രമേ ദീർഘമായി നീണ്ടുപോകുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്ന നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത്.